മാർപ്പാപ്പയുടെ വിയോഗം അപ്രതീക്ഷിതം തന്നെയായിരുന്നു. രോഗിയായിരുന്നു എന്ന് നമുക്കറിയാം. എങ്കിലും ഇന്നലെ രാവിലെ ഈസ്റ്റർ ദിവസം ലോകത്തിന് മുഴുവനും ആശീർവാദം നൽകിയതിന് ശേഷം ഇത്ര വേഗം യാത്ര പറയുമെന്ന് വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് അപ്രതീക്ഷിതമാണ് മാർപ്പാപ്പയുടെ യാത്ര. എങ്കിലും 12 വർഷം സഭയെ നയിക്കുവാൻ അതുല്യമായൊരു വ്യക്തിത്വത്തെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാം. സൗത്ത് അമേരിക്കയിൽ നിന്നാണ് മാർപ്പാപ്പ ഈ സഭയെ നയിക്കാൻ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടത്. തൻ്റെ കാലഘട്ടത്തിൽ ശുശ്രൂഷകളുടെ മനോഹാരിത കൊണ്ട് സ്വന്തമായ ശൈലി സ്വീകരിക്കുകയും ആ ശൈലി പിന്തുടരാൻ വിശ്വാസ സമൂഹത്തെ നിർബന്ധിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയുടെ ഒരു പ്രത്യേകത മറ്റൊന്നല്ല, അത് ഈശോയുടെ സുവിശേഷ പ്രഘോഷണ ശൈലി തന്നെയായിരുന്നു. ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. പാവങ്ങളുടെ പക്ഷം ചേരുന്ന ഈശോയുടെ ഒരു ശൈലി, എല്ലാവരെയും ഉൾക്കൊള്ളുക. പാപിനിയായ സ്ത്രീയെ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ നീ ചെയ്യരുത്. കുറ്റപ്പെടുത്താത്തൊരു ശൈലിയാണല്ലോ ഈശോയുടേത്. ആ ശൈലി തന്നെയാണ് നമുക്ക് പ്രത്യേകമായിട്ട് സ്വീകരിക്കാവുന്നതുള്ളത്. എന്നാൽ അനീതിക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തി വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്നാണ് അനീതി മാത്രം ചെയ്ത അധികാരവർഗത്തോടുള്ള ഈശോയുടെ സമീപനം. അതുതന്നെയായിരുന്നു മാർപ്പാപ്പയ്ക്കും. കുടിയേറ്റക്കാർക്കെതിരെ മതിലുകൾ തീർക്കുന്നവർക്ക് എതിരെ മതിലുകൾ തീർക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതാണ്. കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുകയല്ല മാർപ്പാപ്പ ചെയ്തത്. പ്രത്യുത കുടിയേറ്റത്തിൻ്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളെ വിശാല മനസ്സോടുകൂടി സ്വീകരിക്കണം, അവർക്ക് ആവശ്യമായ സഹായം ചെയ്യണം. വാക്കുകൾ കൊണ്ടല്ല, തൻ്റെ ഭവനത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ടാണ് മാർപ്പാപ്പ അതിന് പ്രത്യേകമായിട്ട് മാർഗദർശനം നൽകിയത്. മാർപ്പാപ്പ അതോടൊപ്പം തന്നെ നമുക്ക് കാണാം, ആ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നതിന് ഉള്ള മാർപ്പാപ്പയുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയൊരു ദൗത്യമായിട്ട് കണ്ടതുകൊണ്ട് വത്തിക്കാൻ സ്ക്വയറിൽ കുടിയേറ്റക്കാരനുഭവിക്കുന്ന വേദനകൾക്കും ദുഃഖങ്ങൾക്കും പങ്കുചേരുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു രൂപം തന്നെ അവിടെ സ്ഥാപിച്ചു.